ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് CPM പ്രവർത്തകർ. പത്തനംതിട്ട കൊച്ചുകോയിക്കലിൽ വനിതാ ഉദ്യോഗസ്ഥയടക്കമാണ് ആക്രമിച്ചത്. 4 ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. CPM പ്രാദേശിക നേതാവ് ജേക്കബ് വളയംപള്ളിയുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണമെന്ന പരാതി. ദൃശ്യങ്ങളടക്കം നൽകിയിട്ടും പോലീസ് കേസെടുക്കുന്നില്ലെന്നും ആരോപണം. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് പോലീസ് സ്വീകരിക്കുന്നതെന്നുള്ള വിമർശനം തന്നെയാണോ ഉയരുന്നത്? എത്രത്തോളം പ്രതിഷേധവും ശക്തമാണ്? KP ഇക്കഴിഞ്ഞ 4-ാം തീയതിയാണ് സംഭവം നടക്കുന്നത്. 4-ാം തീയതി തന്നെ സംഭവത്തിന് തൊട്ട് പിന്നാലെ മൂഴിയാർ പോലീസിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരാതി നൽകിയിരുന്നു. നിരോധിത മരമുറി മേഖലയിൽ മരമുറി സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയാണ് വനിതാ ഉദ്യോഗസ്ഥരടക്കമുള്ള 4 ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്ത് എത്തുന്നത്. തൊട്ടു പിന്നാലെ തന്നെ CPM പ്രാദേശിക നേതാവിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആളുകൾ വാക്കത്തി ഉൾപ്പെടെയുള്ള മാരക ആയുധങ്ങളുമായി ഇവിടേക്ക് എത്തി ഇവരുമായി വാക്കുതർക്കത്തിലേർപ്പെട്ട് പിന്നീട് രൂക്ഷമായ ചില സംഘർഷങ്ങളിലേക്ക് കടക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വനിതാ ഉദ്യോഗസ്ഥർക്കടക്കം മർദ്ദനമേൽക്കുന്ന സാഹചര്യമുണ്ടായി. തൊട്ടു പിന്നാലെ അന്ന് തന്നെ ജൂൺ 4-ാം തീയതി തന്നെ മൂഴിയാർ പോലീസിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരാതി നൽകി. പക്ഷേ പരാതിയിൽ നടപടിയെടുക്കാനോ മറ്റ് നടപടികളുമായി മുന്നോട്ട് പോകാനോ ഒന്നും പോലീസ് തയ്യാറാകുന്നില്ല എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്ന ആരോപണം. ഉന്നത നേതാക്കളുടെയും മറ്റും ഇടപെടലിലൂടെ കേസ് ഒതുക്കി തീർക്കാനുള്ള കാര്യങ്ങളുമായിട്ടാണ് പോലീസ് മുന്നോട്ട് പോയതെന്നുള്ള ആരോപണവും ഉണ്ടാകുന്നു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ദൃശ്യങ്ങളടക്കമുള്ള തെളിവുകളുമായിട്ടാണ് പോലീസിനെ സമീപിക്കുകയും ചെയ്തത്. പക്ഷേ യാതൊരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ദൃശ്യങ്ങളടക്കം പുറത്തേക്ക് വരുന്നത്. മാധ്യമങ്ങൾക്കടക്കം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ദൃശ്യങ്ങൾ സഹിതം പുറത്തുവിട്ടുകൊണ്ട് പ്രതിഷേധിക്കുന്നത്. വനിതാ ഉദ്യോഗസ്ഥർക്കടക്കം ഈ മാരക ആയുധങ്ങളുമായി എത്തിയ പ്രാദേശിക CPM നേതാവിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആളുകൾ ആക്രമണം നടത്തുകയായിരുന്നു. രൂക്ഷമായ ആക്രമണമാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഈ കഴിഞ്ഞ ഇടങ്ങളിലെല്ലാം ഈ വന്യജീവി ആക്രമണം, ഒപ്പം തന്നെ ഇതുപോലെ നിരോധിത മേഖലകളിലെ മരമുറി അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തുമ്പോൾ CPM പ്രാദേശിക നേതാക്കളുടെ അടക്കം നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് പതിവാണ് എന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. KP. മിഥുൻ മുരളിയാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.